എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ സീക്രട്ടിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ വായിക്കാൻ തുടങ്ങി. അത് കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കേൾക്കണേ. ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് ഡോക്ടർ ജോ വിറ്റാലയുടെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അത് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചു വരുത്തിയതാണ് എന്നാണ്. അദ്ദേഹം ഇതുകൂടി കൂട്ടിച്ചേർക്കുന്നു, ഉൾക്കൊള്ളാൻ ഏറെ വിഷമമുള്ള ആശയങ്ങളിലൊന്നാണ് ഇത്. പക്ഷേ ഒരിക്കൽ നിങ്ങളത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ഞാൻ തുടർന്ന് വായിക്കാം. ചരിത്രത്തിൽ വളരെയേറെ മനുഷ്യർക്ക് കൂട്ടത്തോടെ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാനിടയായ ധാരാളം സംഭവങ്ങൾ, രഹസ്യത്തെക്കുറിച്ചുള്ള ഈ പരാമർശം ആദ്യമായി കേൾക്കുന്നയാളുകളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ഓടിയെത്തിയേക്കാം. അത്തരം സംഭവങ്ങളിൽ ഉൾപ്പെട്ട ആളുകൾ എല്ലാവരും ആ അനിഷ്ട സംഭവങ്ങളെ സ്വയം തങ്ങളിലേക്ക് ആകർഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ദുർഗ്രഹം തന്നെയാണ്. ആകർഷണ നിയമം അനുസരിച്ച് പ്രസ്തുത സംഭവങ്ങളുടെയും അവയിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളുടെ ചിന്തയുടെയും തരംഗദൈർഘ്യം ഒന്ന് തന്നെ ആയിരുന്നിരിക്കണം. ആ ആളുകൾ മുഴുവനും കൃത്യമായും ആ സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവണം എന്നല്ല ഇതിനർത്ഥം. പക്ഷേ അവരുടെ ചിന്തയുടെയും ആ സംഭവത്തിന്റെയും തരംഗദൈർഘ്യം ഒന്നിനോടൊന്ന് പൊരുത്തപ്പെട്ടതായിരുന്നിരിക്കണം എന്നേ ഇതിനർത്ഥമുള്ളൂ. ആ വ്യക്തികൾ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്ത് എത്തിയതായിരിക്കുമെന്നും തങ്ങൾക്ക് ചുറ്റും സംജാതമായ സാഹചര്യങ്ങളിൽ അവർക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലായിരുന്നു എന്നും കരുതാം. പക്ഷേ അവരിൽ ഉളവായ ഭയം, ഒറ്റപ്പെടൽ, ബലഹീനത എന്നിവ സ്ഥായിയായി നിലനിന്നിരുന്നുവെങ്കിൽ അത് അവരെ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്തേക്ക് ആകർഷിച്ചിട്ടുണ്ടാവാം. ഇപ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള അവസരമുണ്ട്. അശുഭങ്ങളായ സംഭവങ്ങൾ, ദുരന്തങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാമെന്നും അത് തികച്ചും യാദൃശ്ചികം മാത്രമാണെന്നും വിശ്വസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്ത് എത്തിപ്പെട്ടേക്കാം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ബാഹ്യ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതല്ല, നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ കൈകളിൽ തന്നെയാണെന്നും നിങ്ങളുടെ ചിന്ത നന്മയുടെ വഴിയിലൂടെ ആയതിനാൽ നല്ലത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ എന്നും വിശ്വസിക്കാനും മനസ്സിലാക്കുവാനുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്താണോ അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതാനുഭവമായി മാറാൻ പോകുന്നത്. നിരന്തരമായ ചിന്തകളിലൂടെ നിങ്ങളിലേക്ക് ആജ്ഞാശക്തിയോടെ വിളിച്ചു വരുത്താത്തിടത്തോളം ഒന്നും തന്നെ നിങ്ങളുടെ അനുഭവങ്ങളായി പരിണമിക്കുകയില്ല.